ഹലോ, ഇനി നിങ്ങൾ ബീഫ് ബിരിയാണി ഉണ്ടാക്കുമ്പം ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ നിങ്ങൾക്ക് ഏത് ബിരിയാണി ഉണ്ടാക്കിയാലും നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് ബിരിയാണി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ഇതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കിയ ബീഫ് ഒരു കുക്കറിലിട്ട് അതിലേക്ക് ജിഞ്ചർ ഗാർലിക് ചില്ലി ഒരു പെരുംജീരകം ഇത് നാലും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പേസ്റ്റ് ആഡ് ചെയ്യാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, കാരവേ സീഡ്സ് അഥവാ ഷാജീര, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, 2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, പിന്നെ കൊറിയാൻഡർ ലീവ്സ്, മിൻറ്റ് ലീവ്സ്, കറി ലീവ്സ്, പിന്നെ 1 സ്പൂണ് ഗീ. കൂടെ കുറച്ച് തൈരും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കുക്കർ അടച്ച് വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഈ ഒരു സമയം കൊണ്ട് നമുക്കിതിനുള്ള മസാലയും കൂടെ തയ്യാറാക്കിയെടുക്കാം. ഇതിനായിട്ട് ഞാനിപ്പോൾ 4 വലിയ ഉള്ളിയാണ് വഴറ്റിയെടുത്തത്. ഉള്ളി ഒന്ന് വഴന്ന് വന്നാൽ നമുക്ക് അതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റിന്ന് 1 സ്പൂൺ കൂടെ ഇതിൽ ആഡ് ചെയ്യാം. പിന്നെ അതിനുശേഷം ലെമണും കൂടെ സ്ക്വീസ് ചെയ്യാം. 2 സ്പൂൺ തൈര്, പിന്നെ പെപ്പർ പൗഡർ, ഗരം മസാല. മസാല ഒന്ന് മൂത്ത് വന്നാൽ നമുക്ക് അതിലേക്ക് 2 തക്കാളിയും കൂടെ ആഡ് ചെയ്യാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് കൊറിയാൻഡർ ലീവ്സ്, കുറച്ച് മിൻറ്റ് ലീവ്സ്, പിന്നെ കുറച്ച് ഫ്രൈഡ് ഓനിയൻസും കൂടെ. ഈ ഒരു ഫ്രൈഡ് ഓനിയൻസ് ഭയങ്കര ടേസ്റ്റ് കൊടുക്കും കേട്ടോ. ഈ ഒരു സമയം കൊണ്ട് ബീഫ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബീഫ് ഈ ഒരു മസാലയിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് ഒന്നും കൂടെ മിക്സ് ചെയ്ത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബിരിയാണിയുടെ റൈസ് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കിയാലോ. ഒരു പാത്രത്തിലേക്ക് ഗീ ആഡ് ചെയ്യാം. അതൊന്ന് ചൂടായി വന്നാൽ ഹോൾ സ്പൈസസും കൂടെ ആഡ് ചെയ്യാം. അതും ഒന്ന് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്ക് 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടില്ലേ അതിലൊന്ന് 1 സ്പൂണും കൂടെ ആഡ് ചെയ്യാം. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ റൈസിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കും. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ജീരകശാല റൈസാണ്. അപ്പം ടോട്ടൽ ഞാനൊരു 2.5 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. അപ്പം 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് എന്നുള്ള അളവിൽ ചൂടുവെള്ളമാണ് ഞാനിപ്പോൾ ഈ ഒരു റൈസിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു 5 മിനിറ്റ് റൈസ് ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം. അതിനുശേഷം വെള്ളം ഒഴിച്ചാൽ ഈ റൈസ് തമ്മിൽ സ്റ്റിക്ക് ചെയ്ത് പോകില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് മല്ലിയില, പിന്നെ കുറച്ച് ലെമണും കൂടെ ആഡ് ചെയ്ത് ഒന്ന് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ റൈസ് ഇവിടെ ഒരു 80% വെന്തിട്ടുണ്ടാവും. അപ്പം ഇത് കണ്ടില്ലേ, റൈസൊക്കെ നല്ല സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഫൈനൽ സ്റ്റെപ്പായിട്ട് നമുക്കിത് ദം ഇടാം. അപ്പം ഈ ഒരു ബോട്ടം ലെയറിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മസാല അതിൻ്റെ മേലെ ഈ ഒരു റൈസ് നമുക്ക് സ്പ്രെഡ് ചെയ്യാം. അപ്പം ഒരു 2-3 ലെയർ ആക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 ലെയറേ ചെയ്യുന്നുള്ളൂ. അപ്പം റൈസ് ഇട്ട് അതിൻ്റെ മേലെ കുറച്ച് ഫ്രൈഡ് ഓനിയൻസ് ഇടുക, പിന്നെ കുറച്ച് ഗരം മസാല, പിന്നെ കുറച്ച് കൊറിയാൻഡർ ലീവ്സ്, പിന്നെ നമ്മൾ ഒരിത്തിരി വെള്ളത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള അതും കൂടെ വേണമെങ്കിൽ ഒന്ന് മിക്സ് ചെയ്താൽ കുറച്ചൊരു കളർ കിട്ടും. അപ്പം ഞാനിപ്പോൾ ഇവിടെ 2 ലെയറായിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാഷ്യൂസും റേസിൻസൊക്കെ കൂടെ റോസ്റ്റ് ചെയ്തിട്ടുള്ളതും കൂടെ ആഡ് ചെയ്യാം. എനിക്ക് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് അതിപ്പോൾ ആഡ് ചെയ്യാത്തത്. പിന്നെ ജസ്റ്റ് ഒരു സ്പൂണ് വെച്ചിട്ട് ഇങ്ങനെ ഒരു കുഞ്ഞൊരു ഹോൾ ഇട്ട് കൊടുത്താൽ നമ്മുടെ മസാല ഇങ്ങനെ മേലോട്ടേക്ക് വരുമല്ലോ. അപ്പം ആ ഒരു റൈസിൽ കുറച്ചും കൂടെ നമുക്കൊരു ഫ്ലേവർ കിട്ടും. പിന്നെ ഒരു അലുമിനിയം ഫോയിൽ വെച്ച് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് നമുക്കിതൊന്ന് ഒരു 20 മിനിറ്റ്സ് ദം ചെയ്തെടുക്കാം. ഇത് 20 മിനിറ്റ്സ് കഴിഞ്ഞ് ഓപ്പൺ ചെയ്യുമ്പോൾ ആ ഒരു സ്മെല്ലുണ്ടല്ലോ, അതെനിക്ക് നിങ്ങളോട് എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ടതെന്ന് അറിയില്ല. നിങ്ങൾ തന്നെ ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തോരം ആ ഒരു കല്യാണ വീടിൻ്റെ വൈബൊക്കെ നമുക്ക് കിട്ടും. അത്രയ്ക്ക് ടേസ്റ്റാണ്. മസാലയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. റൈസൊക്കെ സെപ്പറേറ്റഡ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ റൈസ് വേറെ ബൗളിലും മസാല വേറെ ബൗളിലും ആക്കി സെപ്പറേറ്റ് ചെയ്ത് ആവശ്യമുള്ളപ്പോൾ മിക്സ് ചെയ്ത് കഴിച്ചാൽ മതി. പക്ഷെ ഞാനിതൊക്കെ കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്യാനുണ്ട്. നമുക്കിത് എങ്ങനെയുണ്ടെന്നൊന്ന് കഴിച്ച് നോക്കാം. ഭയങ്കര ടേസ്റ്റിയാണ് ഈ റായ്ത്തയും. പിന്നെ നമ്മുടെ കണ്ണൂരാണെങ്കിൽ ബീട്രൂട്ട് അച്ചാറുണ്ടാവും. പക്ഷേ ഇപ്പോൾ എനിക്ക് റായ്ത്ത മാത്രമേ ഉള്ളൂ. ശരിക്കും ഈ ഒരു റായ്ത്ത മാത്രം മതി, കാരണം അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാലയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. നിങ്ങൾ ഒരിക്കലും ഡിസപ്പോയിൻറ്റഡ് ആവില്ല. അപ്പം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്